എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സമവായത്തിലേക്ക്. എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക 24-ന് തുറക്കും. ക്രിസ്തുമസിന് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കുമെന്നാണ് സൂചനകൾ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി നായർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അശ്വതി, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം ഇതോടെ സമവായത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ക്രിസ്മസിന് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കുമെന്നുള്ളൊരു സൂചനയും വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, ഏകദേശം 2 വർഷത്തോളമായി എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക ഈ തർക്കത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇത് തുറക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ മാർ സിറിൽവാസിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി എറണാകുളത്തുണ്ടായിരുന്നു. കൂടുതൽ വൈദികരുമായിട്ടൊക്കെ ചർച്ച നടത്തി ഇതിനൊരു തീരുമാനമുണ്ടാക്കുന്നതിനായി. എന്നാൽ ഈ തീരുമാനങ്ങൾക്കൊന്നും അന്തിമ ഫലം കാണാത്ത ഒരു സാഹചര്യമാണ് നിലനിന്നിരുന്നത്. എന്നാൽ ഇതിന് പുറമെയാണ് ഇപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സമവായത്തിലേക്ക് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ക്രിസ്മസിന് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന് വിമത വിഭാഗം പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപ് തന്നെ മെത്രാപ്പൊലീത്ത ഉപസമിതിയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരുന്നത് ഏകദേശം ഈ സെന്റ് മേരീസ് ബസലിക്ക, എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക 5 വിശേഷ ദിവസങ്ങളിലായി ഏകീകൃത കുർബാന നടപ്പിലാക്കുകയും അതിനോടൊപ്പം മറ്റു പള്ളികളിൽ വർഷത്തിൽ ഒരിക്കൽ ഏകീകൃത കുർബാന നടപ്പിലാക്കാം, ബാക്കി ദിവസങ്ങളിലൊക്കെ ജനാഭിമുഖ കുർബാന നടത്താം എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് ഈ മെത്രാപ്പൊലീത്ത ഉപസമിതി സമർപ്പിച്ചിരുന്നത്. ഇത് വിമത വിഭാഗം ഇതിനു മുൻപ് തന്നെ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ ഈ മാർ സിറിൽവാസിന്റെ അടക്കമുള്ളവരുടെ ഒരു അംഗീകാരമായിരുന്നു ഇതിന് ബാക്കി ഉണ്ടായിരുന്നത്. ഇതിനൊരു തീരുമാനമായി എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഡിസംബർ 24-ന് ക്രിസ്മസിന്റെ തലേന്ന് എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക തുറക്കും. മറ്റു പള്ളികളിൽ വർഷത്തിൽ ഒരിക്കൽ സിനഡ് കുർബാന അർപ്പിക്കാം. മലയാറ്റൂരിൽ ഈ അതിരൂപതകളിൽ നിന്ന് എത്തുന്നവർക്ക് സിനഡ് കുർബാന അർപ്പിക്കുവാനും ഉള്ള സൗകര്യം മുൻകൂട്ടി ബുക്ക് ചെയ്താൽ ഒരുക്കും എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിന് ഔദ്യോഗികമായ ഒരു തീരുമാനം ഉണ്ടാകുന്നതിനായി മാർ സിറിൽവാസിന്റെ ഒരു സർക്കുലർ കൂടി പുറത്തിറങ്ങുവാനുണ്ട്. അത് ഏകദേശം ഉച്ചയോടുകൂടി ലഭിക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. വ്യക്തമാണ്. വർഷങ്ങളായി നിലനിന്നിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കമാണ് സമവായത്തിലേക്ക് എത്തുന്നത്. എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക 24-ന് തുറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ക്രിസ്തുമസിന് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കുമെന്നുള്ള സൂചനകളും ലഭിക്കുന്നു. വിശദാംശങ്ങളാണ് അശ്വതി നായർ നൽകിയത്.